ഈ ഇത്തവണത്തെ ഓണം ശക്തമായിട്ട് ആഘോഷിക്കുന്നത് മലപ്പുറത്തുള്ള പെൺകുട്ടികളാണ്. അവരുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷേ ഓണം ആഘോഷിക്കുന്നതിലൂടെ അവർക്കെതിരെ വരുന്ന ചില സങ്കല്പങ്ങളെ തട്ടിത്തെറിപ്പിക്കുകയാണ്. അവരുടെ കൈകളിലും കാലുകളിലും ചങ്ങല അണിയിക്കാൻ വേണ്ടി പുറപ്പെടുന്നവരെ അവർ വഴിമാറ്റി വിടുകയാണ്. അവർ ഓണം ആഘോഷിക്കുകയാണ് നല്ല രീതിയിൽ, ആടിക്കൊണ്ടും പാടിക്കൊണ്ടും. പണ്ടൊക്കെ മനകളിലുണ്ടായിരുന്ന അകത്തമ്മമാർ, ആത്തോലുമാർ, അവരങ്ങനെ പുറത്തേക്ക് വരില്ല. വരുമ്പോൾ തന്നെ മറക്കുട ചൂടിയിട്ടൊക്കെ വരിക. പിന്നീട് മഹാനായിട്ടുള്ള വീട്ടിൽ ഭട്ടതിരിപ്പാട്, മറ്റ് പുണ്യാത്മാക്കൾ പ്രേംജി, MRB, EMS, പരിയാനംപറ്റ, മുല്ലനേഴി നീലകണ്ഠൻ എന്നിത്യാദി വലിയ ആൾക്കാർ അവർ ചേർന്ന് അവരെ പുറത്തേക്ക് ഇറക്കി, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. പിന്നീട് ഞാൻ കണ്ടിട്ടുണ്ട് അയ്യന്തോൾ പടിഞ്ഞാറ്റേ എടുത്ത് മനയിൽ അവിടുത്തെ ആ പുണ്യാത്മാവായിട്ടുള്ള വാസുദേവൻ നമ്പൂതിരിപ്പാട് ഇരിക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ ആ ആത്തോൽമാരും അവിടെയുള്ള മറ്റു സ്ത്രീകളും കൂടിയിട്ട് അവർ തിരുവാതിരക്കളിയും ഒക്കെ നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ മലപ്പുറത്തെ പെൺകുട്ടികളെ, കോഴിക്കോട്ടെ പെൺകുട്ടികൾ തിരുവാതിര കളിയോ കുമ്മിയടി കളിയോ അതൊക്കെ ക്ലാസിക്കലായിട്ടുള്ള കലകളാണല്ലോ, പഠിക്കണം, അതൊന്നുമല്ല. അവർ മെയ്യനക്കി ആടുകയാണ്, ആടി തിമർക്കുകയാണ്. ഓണം ഒന്നേ ഉള്ളൂ. ഓണം അതിനെ നമുക്ക് ദേശീയോത്സവമായിട്ട് കാണാം, ഹിന്ദുക്കളുടെ ഉത്സവമായിട്ട് കാണാം, ഇത് മുസ്ലിങ്ങളുടെ ഉത്സവമായിട്ട് കാണാം. ഈ ലോകത്തിൻ്റെ എല്ലാ മൂലയ്ക്കും കാണുന്നൊരു പ്രത്യേകത. എവിടെയൊക്കെ അതത് കാലഘട്ടങ്ങളിലെ പലയിടത്തും മൺസൂൺ മീൻസ് മഴക്കാലം, വിളവെടുപ്പ് കാലം, അതൊക്കെയും പലയിടത്തും പല സമയങ്ങളിലാണല്ലോ നടക്കുക. കേരളത്തിൽ ഇതുപോലെ തന്നെ പഞ്ഞമുള്ള കാലം എന്ന് പറയും. അതായത് കർക്കിടക മാസം, കള്ളക്കർക്കിടകം. അത് വീട്ടിലൊന്നും ഉണ്ടാവില്ല, ആളുകൾക്ക് പണി ഉണ്ടാവില്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചു പോകുന്നത് പണ്ടൊക്കെ ആ കാലഘട്ടങ്ങളിലാണ്. മഴ തോന്നിയ പോലെയുള്ള മഴയും വിളവില്ല, കണ്ണി കണ്ട കാച്ചിലും സാധനങ്ങളൊക്കെയും അടുക്കളപ്പുറത്ത് തൂക്കിയിട്ടുണ്ടായിരിക്കും, അതെടുത്തിട്ട് തിന്നിട്ടാണ് ജീവിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിളവെടുപ്പുകാരും മറ്റൊക്കെ വരുന്നത്, നമ്മളുടെ ചിങ്ങമാസം പറക്കുന്നത്. ആ സമയത്ത് ആഘോഷിക്കും, ഉള്ളതുകൊണ്ട് ഓണം പോലെ ആഘോഷിക്കും, അത്രയേ ഉള്ളൂ. അതിനാവശ്യമില്ലാതെ ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ മുട്ടകൾ, ഉസ്താദുമാർ, അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം അവരുടെ അടിമക്കൂട്ടങ്ങൾ. അവരെപ്പോഴും ഇലാമപ്പഴം കൊടുക്കുന്ന പോലെ അവരെ അവരെ കണ്ണ് ചുരന്നെടുത്ത് അവരുടെ ചെവിയിൽ ഈയമൊരുക്കി ഒഴിച്ച് അവരെ നാക്ക് കട്ട് ചെയ്ത് കളഞ്ഞ് ഒരു തരം ഒന്നിനും കൊള്ളാത്ത ജീവികളാക്കി മാറ്റി തങ്ങളൊപ്പം നിർത്തുന്നു. അതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. അടിമകളെയാണ് അവർക്ക് വേണ്ടത്. പക്ഷേ പുതിയ പെൺകുട്ടികൾ പഠിക്കുന്നു, കോളേജിൽ പഠിക്കുന്നു, സ്കൂളിൽ പഠിക്കുന്നു, വിദേശങ്ങളിൽ പോയി പഠിക്കുന്നു. അത്തരം കുട്ടികളെ ചങ്ങലയിടാൻ ഇവർക്ക് കഴിയില്ല. ഇവരുടെ ഈ പ്രാകൃത മതവും അതേപോലെ ഊശാമ്പി സൂക്തങ്ങളും വെച്ചിട്ടൊന്നും ഈ കുട്ടികളെ ചങ്ങലക്കിടാൻ പറ്റില്ല. അവരാരും അവരുടെ വിശ്വാസങ്ങളെയോ അവരുടെ മാതാപിതാക്കളെയൊന്നും മറക്കുന്നില്ല. അച്ഛനും അമ്മയും മാറ്റിവെച്ചും സ്വന്തങ്ങളെയും ബന്ധുക്കളെയും മാറ്റിവെച്ചിട്ടല്ല അവർ വരുന്നത്. ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുഖ്യധാരാ ജീവിത സംബന്ധിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളോടും അവർ സഹകരിക്കുന്നത് മാത്രം. തലേ ദിവസം വരെ 364 ദിവസം മറ്റുള്ള കുട്ടികളായിട്ട് സഹകരിക്കുന്നു, ഒരുമിച്ച് സ്കൂളിൽ പോകുന്നു, ഒരുമിച്ച് കോളേജിൽ പോകുന്നു, ഒരുമിച്ച് ഹോട്ടലുകളിൽ പോയിട്ട് കാപ്പി കുടിക്കുന്നു, ഗെറ്റ് ടുഗദർ ഉണ്ടാകുന്നു. 365ാമത്തെ ദിവസം അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല, അവർ ആഹാരം കഴിക്കില്ല, അവരോട് മിണ്ടില്ല, അവരോട് നിൽക്കില്ല. ഇത് ശരിക്കും പറയും ഈ മുട്ടകളുടെ ചതിയല്ലേ ഈ അവരുടെ കീഴാദികളോട്. അവർ വിട്ടികളാക്കി മാറ്റിയല്ലേ ചെയ്യുന്നത്. 364 ദിവസം പാത്തുമ്മയ്ക്കും ഇപ്പുറത്തെ പാറക്കുട്ടി അമ്മയ്ക്കും സ്നേഹങ്ങളേ ഉള്ളൂ, സ്നേഹബന്ധങ്ങളേ ഉള്ളൂ. ഏതെങ്കിലും സമയത്ത് അവിടെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പാറുമ്മേ എൻ്റെ അവിടെ കുറച്ച് മല്ലിപ്പൊടി ഇരിക്കുന്നുണ്ടോ, അത് കൊടുത്തു. ഇപ്പുറത്ത് വന്ന് മറ്റേ പാത്തുമ്മേ അതെ അലക്കാനുള്ള സർഫ് ഉണ്ടല്ലോ, അത് ഇങ്ങോട്ട് കൊടുത്തു. ഇവിടെ വാങ്ങിക്കുമ്പോൾ അങ്ങോട്ട് കൊടുക്കും, അവിടെ വരുമ്പോൾ ഇങ്ങോട്ടും കൊടുക്കും. ആ കൊടുക്കൽ വാങ്ങി നടക്കുന്നു. പക്ഷേ ഓണം ദിവസം അങ്ങോട്ട് വരാൻ പാടില്ല, ഇങ്ങോട്ട് വരാൻ പാടില്ല, അവിടുത്തെ മണമടിക്കാൻ പാടില്ല. എന്തൊരു ഊശാമ്പിത്തരാണോ ഈ പറയുന്നത്, ഈ തലയെക്കെട്ടുകാർ, ഈ തെമ്മാടി പിള്ളേർ, എന്ത് ഊശാമ്പിത്തരായി പറയുന്നത്. വാസ്തവത്തിൽ ഈ നാട്ടിൽ നിങ്ങളെ കയറ്റിയത് തെറ്റായിപ്പോയോ? വാസ്തവത്തിൽ നിങ്ങളെ സഹായിച്ചത് തെറ്റായിപ്പോയോ? നിങ്ങൾ ഇരന്ന് വാങ്ങിച്ചതല്ലടാ ഈ സ്ഥലം മുഴുവൻ. നിങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നോടാ മുസ്ലിമുകൾ? അവിടെ നബി തിരുമേനി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയല്ലേ അവിടുന്ന് കുറേ നിങ്ങൾ വന്നത്? ഇവിടെ വന്നപ്പോൾ അവിടുന്ന് സൗദി അറേബ്യന്നോ മക്കേന്നോ മതിയെന്നോ കുറേ ഭൂമിയായിട്ടാണോ വന്നത്? ഇവിടെ വന്ന ഹിന്ദുക്കളായിട്ടുള്ള മഹാത്മാക്കളായിട്ടുള്ള ചോഴന്മാരും മറ്റെല്ലാവരും കൂടിയിട്ട് അവിടെ ഇരുന്നോ, സ്ഥലം കൊടുത്തു, വീട് കൊടുത്തു, പിച്ചതേണ്ടി വന്നവർക്ക്. അവരാണിപ്പോൾ നന്ദികേട് കാണിക്കുന്നത്. ഒരു പഴഞ്ചൊല്ലുണ്ട്, ഉപ്പ് പുളിക്കുമെങ്കിൽ മുട്ട ചതിക്കും. ഉപ്പ് പുളിക്കുമെങ്കിൽ മുട്ട ചതിക്കും. ഉപ്പ് തിരുമ്പോൾ എന്തിനും മധുരം എന്നാലും പറയാണ്ടോ, അല്ലെ രോഗം ഉണ്ടായിരിക്കും. ഉപ്പ് പുളിക്കുമെങ്കിൽ മുട്ട ചതിക്കും. ഇവിടെ തെണ്ടി തിരിഞ്ഞ് വന്ന് നമ്മളെ പണ്ടൊക്കെയും പിച്ചക്കാർ വരെ തന്നെ പറഞ്ഞ പോലെ ഇവിടെ വന്ന് ഇവിടെയുള്ള ഓരോ സ്ക്വയർ ഫീറ്റ്, ഓരോ ചതുരടി സ്ഥലവും ഇവിടുത്തെ ഹിന്ദുക്കൾ തന്നതല്ലേടാ. ആ ഹിന്ദുക്കൾക്ക് നിങ്ങൾ എന്തെങ്കിലും തിരിച്ചു കൊടുത്ത് ഞങ്ങൾ പറയും ഞങ്ങളെ പിച്ചതണ്ടി അവൻ വാങ്ങിച്ചതാ, ഞങ്ങളെ പിച്ചതണ്ടി വാങ്ങിച്ചതാ. നിനക്ക് നാണമുണ്ടോ? നിനക്ക് തന്തയും തള്ളിക്ക് കൃത്യമായിട്ടുണ്ടോടാ? നിനക്ക് പറയാൻ സത്യമായിട്ട് തന്തയും തള്ളിയും കൃത്യമായിട്ടുണ്ടോടാ? നിങ്ങളേക്കും സങ്കരവർഗ്ഗമല്ലേടാ? വാസ്തവത്തിൽ സങ്കരവർഗ്ഗമല്ലേ? ഇവിടെ വന്ന് ഈ രാജാക്കന്മാരുടെ അടിയും കാലം നക്കി ഒരു ഭൂമി സ്വന്തമാക്കി
അതും വെച്ചിട്ട് അവരവിടെ കച്ചവടങ്ങൾ നടത്തി. മാത്രമല്ല അവിടെ മറ്റേ ജീവിച്ചു പോകാൻ വേണ്ടി വിവാഹം കഴിക്കണം. വിവാഹം കഴിക്കാനുള്ള അനുവാദം കൊടുത്തു. ഇവിടെ തരം താഴ്ന്ന ഗ്രൂപ്പുകളിൽ നിന്ന് വിവാഹം കഴിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 60, 70, 80 വർഷങ്ങൾക്ക് മുൻപ് എണ്ണ കണ്ടെത്തി. ആരാ കണ്ടെത്തിയത്? എണ്ണ കണ്ടെത്തിയത് സ്വന്തം കാൽച്ചോട്ടിൽ എണ്ണയുണ്ട്. അത് കണ്ടെത്താനുള്ള ശേഷിയില്ല. മണപ്പിച്ചാൽ അറിയില്ലല്ലോ. അതവിടെ കെടുക്കുമ്പോഴും കടലിൽ നിന്ന് മീൻ പിടിച്ച് കാരക്കാപ്പഴം ചുട്ടു തിന്നുന്ന വർഗ്ഗമായിരുന്നില്ലടാ നിങ്ങളൊക്കെ. ഇംഗ്ലീഷുകാർ വേണ്ടി വന്നു അതൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഇതൊക്കെ മറക്കാൻ പാടില്ല. അക്ഷരാഭ്യാസമില്ലാത്ത വർഗ്ഗം, 80 വർഷം മുമ്പ് എഴുതാനും വായിക്കാനും അറിയാത്ത വർഗ്ഗം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഒമാൻ സുൽത്താൻ കാബൂസ് അവർ അദ്ദേഹം ഇവിടെ വന്ന് പഠിച്ചതാണ്, പഞ്ചഗിരിയിൽ വന്ന് പഠിച്ചതാണ്. ഇന്നും അവിടെയുള്ള ആദ്യം യൂണിവേഴ്സിറ്റികളില്ല, അമേരിക്കയിൽ പോയിട്ടാണ് പഠിക്കുന്നത്. പെട്ടെന്ന് വന്ന് അതാണ് പറയുന്നത്, തൂറാത്തോൻ തൂറുമ്പോൾ തീട്ടം കൊണ്ട് ആറാട്ടെന്ന് പറയുന്നത് മറ്റേ ഇത് വേറൊന്നുമല്ല. ഒരു ഇഞ്ച് ഭൂമി നിങ്ങൾക്ക് അവകാശപ്പെട്ടത് ഈ ഭാരതത്തിലില്ല, ഈ ഹിന്ദുസ്ഥാനത്തിലില്ല. ഒക്കെ ദാനം കിട്ടിയത് അപ്പിച്ച തണ്ടി വന്ന് ദാനം വാങ്ങിച്ചതാണ് നിങ്ങളുടെ ജീവനം. ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ ലഹളയുണ്ടാക്കി ലക്ഷങ്ങളെ കൊന്ന് വെട്ടിപ്പിളർത്തി, ഭാരതമാതാവിൻ്റെ നെഞ്ച് വെട്ടിപ്പിളർത്തിയില്ലടാ നിങ്ങളൊക്കെ കൂടിയിട്ട്. ഇതെല്ലാം കഴിഞ്ഞാൽ അവശിഷ്ടങ്ങൾ കുറേ ഇവിടെ കിടന്നിരുന്നു. ഇപ്പോൾ ആ അവശിഷ്ടങ്ങളാണ് ഇവിടെ കുരച്ചുകൊണ്ടിരിക്കുന്നത്. ഓണം വേണ്ട, ഓണം വേണ്ട. ഓണം ആഘോഷിക്കാതിരിക്കാം. ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ സ്പെഷ്യൽ കർമ്മ പദ്ധതികളോ പൂജകളോ അല്ലെങ്കിൽ നമ്പൂരിമാരെ വിളിച്ചോ അല്ലെങ്കിൽ പൂജാരിമാരെ വിളിച്ചോ ഒന്നുമില്ല. കുറേ ആഹാരം ഉണ്ടാക്കും, കുട്ടികൾക്ക് പുതിയ ഉടുപ്പ്, ഓണക്കോടി. ഇപ്പം എല്ലാ ദിവസവും ഓണക്കോടിയാണ്, അത്രയേ ഉള്ളൂ. അനാവശ്യമായിട്ട് നിങ്ങൾക്ക് അസൂയാണ്, പൗഷന്യമാണ്, പോരാണ്, കുശുമ്പാണ്. കാരണം ഈ ഹിന്ദുസ്ഥാനത്തിൽ നിങ്ങൾക്ക് നിൽക്കേണ്ടത് പോലെ നിൽക്കാൻ അവകാശമുള്ളൂ. ഇത് ഹിന്ദുക്കളുടെ ഭൂമിയാണ്. ആ ഒരു മെന്റൽ ഡിപ്രഷൻ നിങ്ങൾക്കുണ്ട്. മുഗളന്മാർ വന്ന് ഓടിച്ചു, ബാമിനി സുൽത്താൻമാരെ എവിടെ ഓടിച്ചു, ടിപ്പു സുൽത്താൻ്റെ മറ്റേ സാമ്രാജ്യം എവിടെ ഓടിച്ചു. ഇതെല്ലാം അമർ ചെയ്യുമ്പോൾ വിഷമമാണ്. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ ഞങ്ങളുടെ മതം മാത്രമാണ് മതം എന്ന് പറഞ്ഞ് നടക്കുന്ന അതും ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ. കാരണം എന്താണ്? കാലങ്ങൾ മാറുമ്പോൾ, ദേശധർമ്മങ്ങൾ മാറുമ്പോൾ, കാലധർമ്മങ്ങൾ മാറുമ്പോൾ പല സങ്കലനങ്ങളും നടക്കും. അത് പറ്റില്ല. നിങ്ങൾക്ക് അറേബ്യൻ മതം തന്നെ വേണം ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. ശരീഅത്ത് തന്നെ വേണം. അതിനെ ഇതേ പറയാനുള്ളൂ. അതിന് അത്രേ പറയാനുള്ളൂ. ശരീഅത്തൊന്നും നടപ്പാവില്ലടാ. ഇവിടെ ഭാരതീയ ന്യായ സംഹിത അതേ ഇവിടെ നടപ്പാവൂ. കാരണം ഇത് ഭാരതമാണ്. ഭാരതത്തിൽ ഭാരതീയ ന്യായ സംഹിത നടപ്പാവൂ. സൗദി അറേബ്യയിൽ പോലും ശരീഅത്തില്ല കേട്ടോ. അവിടെയും ജനായത്ത ഭരണമാണ്. അപ്പോൾ ഉണ്ടാക്കിയ പല നിയമങ്ങൾ അവിടെയുണ്ട്, അധുനാതന നിയമങ്ങൾ അവിടെയുണ്ട്. കാലത്തിനനുസരിച്ച് മാറിയിട്ടുണ്ട്, മറ്റേ ദേശത്തിനനുസരിച്ച് മാറിയിട്ടുണ്ട്. കാലദേശ ധർമ്മങ്ങൾ അവർ അഡപ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ പെൺകുട്ടികളൊക്കെ മറ്റേ ഡ്രൈവിംഗ് ചെയ്യുന്നു. അവിടെ സിനിമാ തിയേറ്ററുകളുണ്ട്. അവർ DR പാർട്ടി, ആ പാർട്ടി അവിടെയുണ്ട്. അതിലവിടെ നടത്തുന്നുണ്ട്. വികസിക്കുകയാണ് അവർ, മേലോട്ട് ഉയരുകയാണ് അവർ. സ്വന്തമായിട്ടുള്ള ഫുട്ബോൾ ടീമുണ്ട് അവർക്ക്. ഇവിടെ ഇപ്പോഴും ആ പഴയ ഗുഹാവാസികളായിട്ട് തുടരാൻ ആഗ്രഹം. നിങ്ങൾ തുടർന്നോ? സമസ്യ മറ്റായിരിക്കും. നിങ്ങൾ തുടർന്നോ? ഗുഹാജികളായിട്ട് നടന്നോ? പുതിയ പെൺകുട്ടികളെ പിടിച്ച് അത് എവിടെയാണ് ഇപ്പോഴും? ഹിന്ദു മതത്തിനകത്ത്. അവിടെ പിന്നെ സന്യാസിമാരും നിങ്ങൾ അത് ചെയ്യരുത്, നിങ്ങൾ ഇത് ചെയ്യരുത്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇവിടെ പറയാനില്ല. കാരണം മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായമാണ്. അത് ഓരോരുത്തരുടെ അഭിപ്രായമാണ്. ഈ ഒരു കൂട്ടം ആൾക്കാർ മാത്രം ഞങ്ങൾ പറയുന്നതാണ് മതം എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. മതം അവരവരുടെ നിലപാടുകൾ, ചിന്താപദ്ധതി, ചിന്തിക്കുന്നവരാണല്ലോ മനുഷ്യന്മാർ, തത്വശാപങ്ങളൊന്നുമല്ലോ. അപ്പോൾ അവരുടെ ചിന്താപതിക്ക് അനുസരിച്ച് അവർ ക്രമാനുഗതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തും. കേരളത്തിൽ സാരി മാത്രം കൊടുത്ത് നടന്നില്ല പെണ്ണുങ്ങളുണ്ടായിരുന്നത്. അടിപ്പാവാട, അതിൻ്റെ അടിയിൽ അതൊന്നും വ്യക്തമായിട്ട് പറയുന്നില്ല. അതിൻ്റെ പേര് സാരി, ധാവടി ഒക്കെ ഇട്ടിരുന്നത്. പക്ഷേ ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ചുരിദാർ വന്നപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. ഒരുതരം പാൻറ്റാണല്ലോ ചുരിദാർ. ഇന്നിപ്പോൾ എല്ലാവരും അത് സ്കൂളിലേക്കും കോളേജ് ചെയ്യുമ്പോൾ ചാടിക്കയറാൻ, ട്രെയിനിലേക്കും ചാടിക്കയറാൻ, ബസ് ചാടിക്കയറാൻ, ചാടി ഇറങ്ങാൻ പറ്റുന്ന സാരിയൊക്കെ ആണെങ്കിലോ ട്രെയിനിൻ്റെ അടിയിൽ പോകും. ഗുരുവായൂരിൽ ചുരിദാറിട്ട് പോകാൻ പറ്റുമോ പറ്റില്ല എന്നൊരു സംശയം, പ്രശ്നം വെച്ചു. ശ്രീകൃഷ്ണൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു, ശ്രീകൃഷ്ണൻ പറഞ്ഞാൽ കുഴപ്പം, ഇതേപോലെ ചുരിദാറിട്ട് പോകും. അതാണ് കാലത്തിനനുസരിച്ചുള്ള മാറ്റം, ദേശത്തിനനുസരിച്ചുള്ള മാറ്റം. ഞങ്ങൾ ഇങ്ങനെയാവുള്ളൂ, ഞങ്ങൾ കുഴിച്ചിട്ട് ഉരുക്കു തൂണുകൾ മാറൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാറേണ്ട, നിങ്ങൾ അവിടെ തന്നെ നിന്നോ. ഏതോ ഒരു സിനിമയിൽ ഇന്നസെന്റ് നമ്മുടെ മോഹൻലാലിനോട് നിൽക്കവിടെ എന്ന് പറയുന്നുണ്ട്. മോഹൻലാൽ നടന്നുകൊണ്ട് ഇയാളോട് നിൽക്കണോടെ കൈ വെച്ച് നിൽക്കണ്ടവിടെ എന്ന് പറഞ്ഞ പോലെ ഇവന്മാർ പൊട്ടന്മാരുടെ പോലെ. ഞങ്ങളുടെ നാട്ടിലൊരു രാമൻ എന്നയാളുണ്ടായിരുന്നു, മംഗലത്ത് രാമൻ മാഷ എന്നാണ് പറയുക. അങ്ങനെയൊക്കെ ചെവി ശരിക്കും കേൾക്കില്ല. എപ്പോൾ നോക്കിയാലും ചൂഷമാഷ, എപ്പോൾ നോക്കിയാലും അവിടെ ചെറിയൊരു ബോർഡുണ്ട്, ആ ബോർഡിൻ്റെ അവിടെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. പുറകിൽ പിള്ളേരിന്ന് ചിരിക്കും, കളിക്കും, അവർ അങ്ങോട്ട് നുള്ളിപ്പിച്ചും, പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ ഉണ്ട്. ഇയാളിതൊന്നും അറിയുന്നില്ല. അയാൾ അവിടെ ഇരുന്നിട്ട് അയാൾക്ക് അറിയാം ചില കുട്ടികൾ എന്തെങ്കിലും ലഹളി ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് എഴുതിക്കൊണ്ട് സൈലൻസ് എന്ന് പറയും. അവിടെ ശബ്ദം ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. അവിടെ കുട്ടികൾ തന്നെയുണ്ട്, അയാൾക്ക് അറിയില്ല. സൈലൻസ് എന്ന് പറഞ്ഞ പോലെ ഇവന്മാർ പറയും അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഓണാഘോഷിക്കരുത്, വിഷു ആഘോഷിക്കരുത്, മറ്റേ ആടരുത്, പാടരുത്, പാട്ട് പാടരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവരെന്താ ചെയ്യുന്നത്? കുട്ടികൾക്ക് ഇഷ്ടമുള്ള പോലെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. മലപ്പുറത്തിൻ്റെ ഓണമാണ് ഓണം. മലപ്പുറത്തിൻ്റെ ഓണമാണ് ഓണം. അവർ കുറേ ആഹാരം കുത്തിക്കയറ്റിയിട്ട് അതല്ലായിരിക്കുന്നത്. ആടുകയാണവർ, പാടുകയാണവർ. ഹിജാബ് അതൊരു മനോഹരമായിട്ട് കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഹിജാബ് എന്തോ അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഉത്തരേന്ത്യയുടെ സമയത്ത് എല്ലാവർക്കും കൂടെ ഹിജാബുണ്ട്. അവരുടെ സാരി കൊണ്ട് തലമറിക്കും അതിൻ്റെ സാരിയുടെ ഭാഗം കൊണ്ട് പിടിച്ചിടും. അപ്പോൾ അവർക്ക് നമ്മളെ കാണാൻ, നമുക്ക് അവരെ കാണാൻ പറ്റില്ല. രാജസ്ഥാനിൽ, ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ട്. അതൊരു അടക്കത്തിൻ്റെയും ഒതുക്കത്തിൻ്റെയും ലക്ഷണം. നല്ല കാര്യം. ആ ഹിജാബ് ഇട്ടുകൊണ്ട് തന്നെയാണ് കുട്ടികൾ കളിക്കുന്നത്. അതിൽ വേറൊരു കാര്യം പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ ഉസ്താദ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹിജാബ് ഇവിടെ മാത്രം ഉള്ളതല്ല, ഹിജാബിൻ്റെ അറ്റം കൊണ്ട് മറ്റേ മാറിയിടവും മറക്കണത്. പക്ഷേ മാറിയിടം മറക്കുന്നില്ല. ഇവർക്ക് എന്തിൻ്റെ കേടാണ് ഇവർക്ക്? എടോ പെൺകുട്ടികളോട് പിറന്നു വീഴുമ്പോൾ അവർക്ക് മുലയുണ്ട്, തുടയുണ്ട്, അവർക്ക് യോനി ഭാഗമുണ്ട്, അവർക്ക് എല്ലാം ഉണ്ടോ. ഇവിടെ പിന്നെ കാലാവസ്ഥയുടെ പ്രശ്നം വരുമ്പോൾ തണുപ്പുള്ളടത്ത് കൂടുതൽ വസ്ത്രങ്ങൾ, ചൂടുള്ളടത്ത് കുറച്ച് വസ്ത്രങ്ങൾ. അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ കുറേ രോമക്കുപ്പായിട്ട് കരടി പോത്തൊക്കെ പറഞ്ഞ പോലെ പറപ്പിച്ച് വിട്ടാൽ മതിയായിരുന്നില്ലേ? അവർ ആടട്ടോ, കുട്ടികൾ ആടട്ടോ, അമ്മാമാരെന്നുള്ള ആടുന്നത്, 80 വയസ്സുള്ള കുട്ടികളെ ആടുന്നത്. അവർക്ക് എനർജി ഉണ്ട്. അവർക്ക് ആഹാരം കഴിക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ അവരുടെ വീര്യം അതിങ്ങനെ തുള്ളി ചാടി നിൽക്കുന്നുണ്ട്. അവർക്ക് പുറത്ത് വന്നേ മതിയാവും. മലപ്പുറത്തെ ഓണമാണ് ഓണം. ഈ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ പെൺകുട്ടികൾ എന്തൊരു പൊളി പെൺകുട്ടികളാണ്.
കേരളത്തിൽ ഓണം ശരിക്കും ആഘോഷിക്കുന്ന മലപ്പുറത്താണ്. ഓണം മലപ്പുറത്ത്. ഓണം കാണണമെങ്കിൽ മലപ്പുറത്ത് പോകും നിങ്ങൾ. ഓണം കാണണമെങ്കിൽ മലപ്പുറത്ത് പോകും നിങ്ങൾ. പവർഫുൾ ഓണം, പവർഫുൾ ഓണം, പവർഫുൾ ഓണം. ഹിന്ദുക്കളുടെ ഓണം പറഞ്ഞാൽ അവർ പൊതുവെ അങ്ങനെ പവർഫുൾ അല്ലല്ലോ. അവരവിടെ കുറച്ച് കാരപ്പൻ വയ്ക്കും, ഒരു വിളക്കം വയ്ക്കും. അവർക്ക് വേറെ ഒന്നുമില്ല. അവിടെ മന്ത്രം ഓം ഓം സഹസ്രപുരുഷ സഹസ്രക്ഷ സഹസ്രപാദ് ഭൂമിയും വിശ്വതോ വൃത്വാത്തിനിഷ്ട ദശാങ്കുലം പുരുഷ ഏവേദ ഒന്നുമില്ല അവർക്ക്. അവിടെ വിളക്കം വെച്ച് അത് കഴിഞ്ഞാൽ നല്ല തീറ്റ. അവരുടെ തീറ്റ 2 തരം പായസം വയ്ക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അത്രയേ ഉള്ളൂ. ആണുങ്ങൾ പോയിട്ട് മോന്തും ചെയ്യും, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇവിടുത്തെ സ്ഥിതിയല്ല. അപ്പോൾ അവിടെ പിന്നെ മയക്കമാണ്. അവിടെ വീട്ടിലകത്ത് അമ്മമാർ വീണ്ടും പുറത്ത് ആണുങ്ങൾ മയക്കത്തിലാണ് അവിടെ. പക്ഷേ മലപ്പുറത്ത് അതല്ല, പവർഫുൾ ഓണാണ്. പവർഫുൾ ഓണം. ഓണാഘോഷം അവിടെ നടക്കുകയാണ്. ഇന്നലെ കുറ്റിപ്പുറത്ത് മറ്റേ ഒരാളോട് വിളിച്ചു പറയാം. കുറ്റിപ്പുറം മാത്രമല്ല, കുറ്റിപ്പുറം, കോഴിക്കോട്, വളാഞ്ചേരി ആ ഇടകളൊക്കെ പർച്ചേസിന് പോണ സമയത്ത് ഈ മുസ്ലിം പെൺകുട്ടികളാണ് അവിടെ ഇടിച്ചു കയറിയിട്ട് ഓണം പർച്ചേസിങ് അവർ റംസാനിൽ പർച്ചേസ് ചെയ്യുന്നുണ്ട്, ക്രിസ്മസിന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ഓണം വരുന്നുണ്ട്, കുറേ റിബേറ്റ് കിട്ടും. നമുക്ക് ഓണത്തിന് പോകാം. ഓണത്തിന് പർച്ചേസ് നടത്തുന്നവർ ക്രിസ്ത്യാനികളാണ്, മുസ്ലിങ്ങളാണ്, ഹിന്ദുക്കളാണ്. ക്രിസ്മസിന് പർച്ചേസ് നടത്തുന്നത് ഇതുപോലെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളാണ്, ഇവർ എല്ലാവരുമാണ്. ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ സിനിമ മുസ്ലിങ്ങൾ മാത്രം കാണും. മോഹൻലാലിൻ്റെ സിനിമ ഹിന്ദുക്കൾ ഇത്ര അവിടേക്കൊക്കെയാണ് ഇവർ കാര്യങ്ങളെ കൊണ്ടുവരുന്നത്. വാസ്തവത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മംഗലത്തിൽ രാമൻചേട്ടൻ എന്ന് പറഞ്ഞ ആളുടെ ട്യൂഷൻ ക്ലാസ് പോലെയാണ്. ഈ വിട്ടുകൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയും, അങ്ങനെ പാടില്ല, അങ്ങനെ പാടില്ല, അങ്ങനെ പാടില്ല, കുറേ അറബി സോങ്ങൾ ചൊല്ലും. ആര് കേൾക്കാൻ അവൾ പറയുന്നത് അതെ ഓണാഘോഷിക്കുന്നത് പറഞ്ഞത് ഏത് പൊട്ടനാ പറഞ്ഞത്? അത് ആ ഗ്രൂപ്പിൻ്റെ പൊട്ടലാണ്, മറ്റു വേറെ ഗ്രൂപ്പിൻ്റെ പൊട്ടലാണ്. കുറേ ഗ്രൂപ്പുകളിനകത്തുണ്ടല്ലോ, അവരൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ആ പെൺകുട്ടികളെ നോക്കിയിട്ട് ഇത്രേ പറയാൻ പറ്റുള്ളൂ. അതിന് ഡിക്ഷണറി തിരഞ്ഞിട്ട് വാക്കില്ല. നിങ്ങളാണ് പെൺകുട്ടികൾ, അല്ല നിങ്ങളാണ് ആൺകുട്ടികൾ എന്നൊക്കെ. അതൊരു ഫ്രേസാണ് കേട്ടോ. നമ്മളെ പെൺകുട്ടികൾ അവളെ ആൺകുട്ടിയാണ് എന്ന് പറയില്ല. അതുപോലെ മലപ്പുറത്തെ പെൺകുട്ടികളുണ്ടല്ലോ, ആൺകുട്ടികളാണ് അവരാണ് ആൺകുട്ടികൾ, മീശ പിടിച്ച ആൺകുട്ടികൾ. ഒരു തെറ്റും അവർ ചെയ്യുന്നില്ല. ഓണം ആഘോഷിക്കുന്നു, വിഷു വരുമ്പോൾ പടക്കം പൊട്ടിക്കുന്നു. ഇവിടെ ഏത് ഹിന്ദു വീട്ടിലാണ് നക്ഷത്രം തൂക്കാത്തത്? അഭിമാനമാണ്. ക്രിസ്മസ് നാളുകളിൽ വീടിനകത്ത് ചിലപ്പോൾ പുൽക്കൂട് ഉണ്ടാക്കും. അതുപോലെ തന്നെ എന്തിനായാലും നമ്മളുടെ ഈ ബൊമ്മക്കുരു ഉണ്ട്, അതുപോലെ ഇവർ ചെയ്യുന്നതാണ്, തമിഴ് പട്ടന്മാർ ചെയ്യുന്നതാണ്. കേരളത്തിൽ നമ്മുടെ പൂങ്കുന്ന വേദിയിലേക്കും പോയി കാണാം, തൃപ്പൂണിത്തുറയും പോയി കാണാം ബൊമ്മക്കുരു. ആ ബൊമ്മക്കുരുവിനകത്ത് പറയുന്ന സമയത്ത് തന്നെ ഉള്ളിൽ വിങ്ങൽ വരികയാണ്. അതിനകത്ത് ഹദീസ് എഴുതി വെച്ചിട്ടുള്ള ഖുർആൻ വാചകങ്ങൾ എഴുതി വെച്ചിട്ടുള്ള മറ്റേ മക്ക ഹറമിൻ്റെ ഫോട്ടോ വയ്ക്കും അവർ. അതിൻ്റെ ചിലപ്പോൾ ബൊമ്മ വയ്ക്കും അവിടെ. അതുപോലെ തന്നെ ഒട്ടകപ്പുറത്ത് പോകുന്ന അറബികളുടെ ബൊമ്മ അവിടെ വയ്ക്കും. അവിടെ യേശുക്രിസ്തുവിൻ്റെ ഫോട്ടോ, യേശുക്രിസ്തുവിൻ്റെ ബൊമ്മ, അതൊക്കെ അവിടെ വയ്ക്കും. ബൊമ്മക്കുരുവിൽ എല്ലാം ഉണ്ട്. അതൊക്കെ കണ്ട് പഠിക്കണോ. മാറിപ്പൊളിച്ച വർത്തമാനം ഇന്ത്യയിൽ പറഞ്ഞ് നിങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്. ഇന്ത്യയിൽ നിങ്ങൾ മാനം കിടന്നു ഇപ്പം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതല്ലേ ചെയ്യുന്നത്. ഇനി ഇല്ലാണ്ടായിട്ട് അവസാനം എന്തിനാ പറയുക, ചത്തതിനൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരു അവസ്ഥ വരുത്തി വെക്കണോ മുസ്ലിങ്ങളെ? നല്ലവരായിട്ട് മുസ്ലിങ്ങൾ ചോദിക്കുന്നത്, കെട്ടവരെ പോട്ടെ, അത് കെട്ടുപോയതാണ്. ഏതായാലും ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവമായിട്ട് ആഘോഷിക്കാൻ ഇവിടുത്തെ എല്ലാവരും. കേരള സാരി എന്തായാലും പറയുക, സെറ്റ് സാരി, പെൺകുട്ടികൾ സെറ്റ് സാരി വാങ്ങിച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ആ കുട്ടികൾ മുഴുവൻ 1000 കുട്ടികൾ, ആ മലപ്പുറത്തേക്കും ആ ആട്ടാടുന്ന 1000 കുട്ടികളും എൻ്റെ മക്കൾ അതിൻ്റെ കുട്ടികളെ നോക്കും, ഞങ്ങൾ നോക്കും. ഇതിൽ ഏത് കുട്ടിയാണ് സൗന്ദര്യമുള്ള കുട്ടി, ഏത് കുട്ടിയാണ് സൗന്ദര്യമില്ലാത്ത കുട്ടി? സൗന്ദര്യം ഒരിക്കൽ പോലും മുഖത്തെ താവട്ടത്തിലല്ല സൗന്ദര്യം, അവരുടെ പെരുമാറ്റം കൊണ്ട്. ആ ആടുന്ന 1000 കുട്ടികൾ ഇങ്ങനെ ആടുന്ന സമയത്ത് എല്ലാവരും മൊത്തം സൗന്ദര്യം തുളുമ്പുകയാണ്. മലപ്പുറത്തെ പെൺകുട്ടികളെ, മുസ്ലിം പെൺകുട്ടികളെന്ന് പറയില്ല, മലപ്പുറത്തെ പെൺകുട്ടികൾ. അയ മുസ്ലിം അവ ഹിന്ദു എന്താ ആ പേരുകൾ തന്നെ ഇട്ട് കളയണം. ഇവിടെ ആണ് പെണ്ണ് അത്രമാത്രം ദൈവം അത്രയും സൃഷ്ടിച്ചിട്ടുള്ളൂ. ഇവന്മാർ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഖുർആൻ ഉണ്ടായത് സർവ്വജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതേ തെണ്ടികൾ പറയും ഞങ്ങളുടെ ഖുർആൻ നിങ്ങളുടെ ഗീത, ഞങ്ങളുടെ ഖുർആൻ നിങ്ങളുടെ ഗീത. ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെയാണ് ഗീത ഉണ്ടാക്കിയത് ആരാ? ചോദിച്ച അടുത്ത ചോദ്യമാണ്. ഉപനിഷത്ത് ഉണ്ടാക്കിയത് ആരാ? അത് ഞങ്ങളുടെ ദൈവം. നിങ്ങളുടെ ദൈവം എന്താ ഉണ്ടാക്കിയത്? ചോദിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്, ചോദിപ്പിക്കുകയാണ്. നാണം കെടുകയാണ്. സ്വന്തം തൊലി സ്വയം പൊളിച്ചു കളയാണ് ചെയ്യുന്നത്. സ്വന്തം ഉടുപ്പൂരിയിട്ട്, സ്വന്തം വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞിട്ട് നിങ്ങളിപ്പോൾ കേരളത്തിന്റെ നടുമധ്യത്തിൽ നിൽക്കുന്നത് നഗ്നരായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെയുള്ള എല്ലാത്തിനും വന്ന് വർത്താനം അഭിപ്രായം പറയുന്ന ഇവിടെയുള്ള ഉസ്താദുമാരും മറ്റുള്ള ആൾക്കാരും അവരെല്ലാവരും പറയട്ടെ, എല്ലാവരും പറയട്ടെ, നിങ്ങൾക്ക് ഓണം ആഘോഷിക്കണോ ഓണാഘോഷിക്കൂ. ഓണം നിങ്ങൾക്ക് സദ്യ ഒരുക്കണോ സദ്യ ഒരുക്കിക്കോളൂ. ഒരാൾ പറഞ്ഞൊരു കാര്യം എടുത്ത് പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ ഓണാഘോഷിച്ചോ, പൂക്കളമിട്ടോ, നിങ്ങൾ കസവ് സാരി ഇട്ടോ, തുള്ളിക്കോ ചാടിക്കോ, കൈകുട്ടികൾ ചട്ടി എഴുതാക്കിയോ, പക്ഷേ ഓണത്തിൻ്റെ ആഹാരം, ഓണത്തിൻ്റെ സദ്യ ഒരു കാരണവശാലും മുസ്ലിം വീടുകൾ ഒരുക്കരുത്. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും പറയുന്നത് നോക്കിയപ്പോൾ അയാൾ പറഞ്ഞത് നിങ്ങൾക്ക് കഴിയില്ല. ബിരിയാണി 1000 ഉണ്ടാക്കിയാൽ ശരിയാവില്ല, അല്ലെങ്കിൽ 10 ഉണ്ടാക്കിയാൽ ശരിയാവില്ല, അല്ലെങ്കിൽ ഇടവനെ പറയുന്ന പോലെ ഉണ്ടാക്കിയാൽ അത് ബിരിയാണി ആവില്ല. സാമ്പാർ നിങ്ങൾ തല കുത്തിയിരുന്നാലും മുസ്ലിം സാമ്പാർ ഉണ്ടാക്കിയാൽ ശരിയാവില്ല, അതിന് ചൊറുവെള്ളം എന്ന് പറയാൻ പറ്റുള്ളൂ. അതിനോട് ഓരോരുത്തർക്കും ഓരോന്ന് വിധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താ നിങ്ങൾ എല്ലാം ആഘോഷിച്ച് അടുത്ത വീട്ടിലെ പാർട്ടി നമ്മൾ പറയാം, ഓണാണട്ടോ എന്താ പറയുക, 2 തരം പായസം ഉണ്ടാക്കി വെച്ചോ ഞങ്ങൾ വരുന്നത്. അപ്പം ഈ പാർവട്ടിയമ്മ പറയാ, നിങ്ങൾ എന്താ നിങ്ങൾക്ക് ഉണ്ടാക്കിയാൽ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, ഞങ്ങളുടെ ശരിയാവില്ല, ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാം, അപ്പം അങ്ങോട്ട് തരാം. അത് നല്ലൊരു കോൺസെപ്റ്റ് ആയിട്ട് തോന്നി. അപ്പോൾ എന്ത് ചെയ്യണം, ഓണസദ്യ സിസ്റ്റമാറ്റിക് ആകണം. ഓണമല്ല, ഓണസദ്യ സിസ്റ്റമാറ്റിക് ആകണം. അതിനകത്ത് ഡിപ്ലോമസി ഉണ്ടാക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓണസദ്യ ഒരിക്കലും അതങ്ങോട്ട് ശരിയാവില്ല, അത് ശരിയാവില്ല. അതൊരു കറക്റ്റാണ്, അത് കറക്റ്റ്. എനിവേ ഇത്തവണയെങ്കിലും ഒരു പാഠം ഇവിടെയുള്ള തലയെക്കെട്ടുകാർ ഊശാമ്പികൾ പഠിച്ചാൽ നല്ലത്. നിങ്ങൾ എത്രത്തോളം ഈ സ്പ്രിങ്ങിനെ അമർത്തുന്നവരെ എത്രത്തോളം അമർത്തുന്നു വിട്ടു അത്രത്തോളം ശക്തിയിൽ അത് മേലോട്ട് തെറിക്കുക. ഓണം ആഘോഷിക്കരുത്, ഓണം ആഘോഷിക്കും. ഓണം ഒരിക്കലും ആഘോഷിക്കരുത്, ഓണം എല്ലായ്പ്പോഴും ആഘോഷിക്കും. ഇതല്ലേ ഇപ്പോൾ ഇവിടെ കണ്ടുവരുന്നത്. ഏതായാലും എല്ലാവർക്കും, ഓണം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും
ഓണം ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞു കവിഞ്ഞ് ഓണാശംസകൾ. നമസ്കാരം.